ലൈവ്സിലേക്ക് മടങ്ങിയെത്തുമ്പോൾ BSP തമിഴ്നാട് അധ്യക്ഷൻ ആംസ്ട്രോങ്ങിന്റെ കൊലപാതകത്തിൽ ചെന്നൈയിൽ ഇന്നും പ്രതിഷേധത്തിന് സാധ്യത. ചെന്നൈയിൽ എത്തുന്ന BSP അധ്യക്ഷ മായാവതി ആംസ്ട്രോങ്ങിന്റെ കുടുംബാംഗങ്ങളെ കാണും. ആർക്കോട്ട് സുരേഷ് എന്നയാളെ കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാരമാണ് ആംസ്ട്രോങ്ങിന്റെ കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസ് നിഗമനം. നാഷണൽ ഡെസ്കിൽ നിന്ന് ER രാഗേഷ് ചേരുകയാണ്. രാഗേഷ്, വലിയ ഞെട്ടലുണ്ടാക്കിയ വാർത്തയാണ്. വലിയ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നു. ഇന്ന് BSP അധ്യക്ഷ മായാവതി എത്തുകയാണ് കുടുംബാംഗങ്ങളെ കാണാൻ. ചെന്നൈയിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? ആര്യ, ഇന്നും ചെന്നൈയിൽ വലിയ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. കാരണം ഇന്നലെ പ്രതിഷേധം ചെന്നൈ നഗരത്തെ നിശ്ചലമാക്കിയിരുന്നു. ആദ്യം രാജീവ് ഗാന്ധി ആശുപത്രി ഉപരോധിച്ച അല്ലെങ്കിൽ അതിനു മുൻപിൽ പ്രതിഷേധിച്ച BSP പ്രവർത്തകർ പിന്നീട് ഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇത് ചെന്നൈ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാക്കിയിരുന്നു. തുടർന്ന് പോലീസ് ഇടപെട്ടാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. സമാനമായ പ്രതിഷേധത്തിന് ഇന്നും സാധ്യതയുണ്ട്. അത്തരം സൂചനകളാണ് BSP വൃത്തങ്ങൾ നൽകുന്നത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ 8 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 8 പേരും സൊമാറ്റോ അല്ലെങ്കിൽ ഭക്ഷണ വിതരണത്തിനെത്തുന്ന ആളുകൾ എന്ന വ്യാജേനയാണ് ആംസ്ട്രോങ്ങിന്റെ നിർമ്മാണം നടക്കുന്ന വീടിന് സമീപത്ത് എത്തുന്നതും പിന്നീട് കൊലപാതകം നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ 8 പേരെയും 19-ാം തീയതി വരെ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്, റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഏതായാലും 3 പേരെ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. രാഷ്ട്രീയ കൊലപാതകമല്ല, മറിച്ച് വ്യക്തിവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. അത്തരമൊരു സൂചനകളാണ് പോലീസ് നൽകുന്നത്. അതായത് ആർക്കോട്ട് സുരേഷ് എന്ന് പറയുന്ന ഗുണ്ടാ സംഘ തലവനുമായി ആംസ്ട്രോങ്ങിന് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ഒരു സ്വർണ്ണ വ്യാപാര ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന സൂചന. അതായത് ഒരു സ്വർണ്ണ വ്യാപാര കമ്പനി ഏതാണ്ട് 2000 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയിരുന്നു. പല നിക്ഷേപകരുമായി ഏതാണ്ട് 2000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിരുന്നു. അതിൽ ഈ കമ്പനിയെ പിന്തുണച്ചിരുന്ന അല്ലെങ്കിൽ അവർക്കൊപ്പം നിന്നിരുന്ന വ്യക്തിയായിരുന്നു ഈ ആർക്കൂട്ട് സുരേഷ്. എന്നാൽ ആംസ്ട്രോങ്ങുമായി അടുത്ത ബന്ധമുള്ള ആളുകളുടെ പണം ഈ ഇതിൽ നിക്ഷേപിച്ചിരുന്നു. അവർക്ക് പണം നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. അത് ഈ 2 പേരും തമ്മിലുള്ള വൈരാഗ്യം വർദ്ധിപ്പിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ഈ സുരേഷിനെ കൊലപ്പെടുത്തിയത് ജയ്പാൽ എന്ന് പറയുന്ന ഒരു ഗുണ്ടാ സംഘ തലവനാണ്. പക്ഷേ ഈ ജയ്പാലിന് പിന്നിൽ പ്രവർത്തിച്ചത് ആംസ്ട്രോങ് ആണ് എന്നാണ് ഈ സംഘം കരുതിയിരുന്നത്. തുടർന്നാണ് ഇന്ന് ഇപ്പോൾ ഈ കൊലപാതകം നടത്തിയത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഏതായാലും ഈ അറസ്റ്റിലായ 8 പേരിൽ സുരേഷിന്റെ സഹോദരൻ പൊന്നൈ വി ബാലു ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ 8 പേർക്ക് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. മറ്റു 3 പേരെ ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധമുണ്ടോ എന്ന കാര്യം പരിശോധിച്ചു വരുന്നു എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. മറിച്ച് മറ്റ് രാഷ്ട്രീയ വൈരാഗ്യം ഒന്നും തന്നെയല്ല ഈ കൊലപാതകത്തിൽ ഉള്ളത് എന്നാണ് ഇപ്പോൾ പോലീസ് ഏതായാലും വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും BSP അധ്യക്ഷ മായാവതി എത്തുന്നുണ്ട്. BSP ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം CBI അന്വേഷണം വേണം ഈ വിഷയത്തിൽ എന്നാണ്. ഇന്നലെ പ്രതിഷേധക്കാരും ഈ ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ന് തമിഴ്നാട്ടിലെത്തുന്ന BSP അധ്യക്ഷയും ഒരുപക്ഷെ സമാനമായ ആവശ്യം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. ആര്യ, തീർച്ചയായും ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് ഈ ദിവസത്തെ